തെരേസ്, ഞാൻ എന്തിനാ ഇപ്പൊ വിളിച്ചെന്നറിയോ? എന്താ കാര്യം? അതെ, ഇപ്പൊ വെക്കേഷൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഒരു 2 ദിവസമെങ്കിലും ആയി വെക്കേഷൻ തുടങ്ങിയിട്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഏകദേശം ഒരു 2 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് ആണ് നമ്മൾ തായ്ലൻഡിലേക്ക് പോകുന്നത്. എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തായ്ലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം നമുക്കൊരു എൻജോയ്മെൻറ്റ് വേണ്ടേ? നമ്മൾ രണ്ടുപേരും വീട്ടിൽ ബോറടിച്ചിരിക്കല്ലേ. ആദമും ഡാനിയലും ജോയും എല്ലാം പുറത്ത് പോവില്ലേ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കാൻ. അപ്പം നമ്മൾ മാത്രം എങ്ങനെ വീട്ടിലിരിക്കുന്നത്? നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ ഇന്ന്? ശരിക്കും നേരത്തെ കളിപ്പിക്കാൻ പറയല്ലേ. സ്റ്റഡിങ്ങിൻ്റെ ഫ്രസ്ട്രേഷനിൽ നമ്മൾ ഈയിടെ ആയിട്ടൊന്നും ഔട്ടിങ്ങിന് പോയിട്ടില്ലായിരുന്നു. പിന്നെ ഇന്നാണ് നീ ഒന്ന് വിളിക്കുന്നത്. ശരി, എന്തായാലും നമുക്ക് പോവാം. എന്തായാലും നീ ഒന്ന് പോയി ഫ്രഷായിട്ട് റെഡി ആയിട്ട് വാ. ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷായി റെഡിയായി വരാം. ഏകദേശം ഇപ്പോൾ ഒരു 3 മണി ആയില്ലേ? 3 മണി ആയതുകൊണ്ട് വേഗം പോയിട്ട് വരാം. 7 മണിക്കുള്ളിൽ വീട്ടിൽ വന്നില്ലെങ്കിൽ ആൻറ്റിയും മമ്മിയും കൂടി നമ്മളെ ശരിയാക്കും. നമ്മളെ മാത്രമല്ല, ആദമ്മിനെയും ഡാനിയലിനെയും ജോയെ ശരിയാക്കും. ശരി, എന്തായാലും നീ വേഗം ഇറങ്ങ. നീ ഇങ്ങോട്ട് വരുന്നോ ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഞാനാണെങ്കിൽ വേഗം ഒന്ന് പോയി റെഡി ആയിട്ട് വരാം. എനിക്ക് അധികം സമയമൊന്നും വേണ്ട റെഡിയാവാൻ. ബൈ. ശരി, ഓക്കെ, ബൈ. ഓ എൻ്റെ ഡാനിയലെ, എന്തിനാ നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്കും ജോയിക്കുള്ള ഫുഡ് നിങ്ങൾ രണ്ടുപേരും ക്രിക്കറ്റോ ഷട്ടിലോ അല്ലെങ്കിൽ ഫുട്ബോളോ എന്താണെന്ന് വെച്ചാൽ കളിച്ചിട്ട് വാ. അപ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഫുഡ് ഇവിടെ എടുത്തു വെച്ചേക്കാം. അതുവരെ നിങ്ങൾ രണ്ടുപേരും എന്തിനാ വെറുതെ ഇവിടെ ഇങ്ങനെ ഇന്ന് വെയിറ്റ് ചെയ്യുന്നേ? അല്ല, പറഞ്ഞതുപോലെ ജോ ഇതുവരെയായിട്ട് വന്നില്ലേ? ഓ, അത് പിന്നെ മമ്മ, ജോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ അവൻ നല്ല വിശപ്പ്. അപ്പോഴാണെങ്കിൽ ആൻറ്റി അവിടെ സ്പെഷ്യലായിട്ട് എന്തോ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടെ സ്മെല്ലടിച്ചപ്പോൾ അവന് തീരെ വിശപ്പ് സഹിക്കാൻ വയ്യാതായി. അങ്ങനെ അവൻ കഴിക്കാനായിട്ട് കയറിയിരുന്നു, കഴിച്ചു തുടങ്ങി. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു ഞാനും കഴിച്ചിട്ട് വരാൻ. മാത്രമല്ല ഫുട്ബോൾ കളിച്ച് ക്ഷീണിച്ച് വരുമല്ലോ. ഞങ്ങളാണെങ്കിൽ വെള്ളം മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. ഈ വെള്ളം കൂടി ഇല്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അവൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് കഴിക്കാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ജോ ഇപ്പം എന്തായാലും വരും. ശരി ശരി, 2 പേരും പോയി കറങ്ങിയിട്ട് വാ. അല്ല, നിങ്ങളെന്താ ആദമിനെ വിളിക്കുന്നില്ലേ? അല്ല, അത് പറഞ്ഞപ്പോഴോർത്തെ ആദമിനെ രാവിലെ മുതൽ ഇവിടെ കാണുന്നില്ലല്ലോ. ഓ, അത് പിന്നെ മമ്മ ആദം എന്നോട് പറഞ്ഞിരുന്നു. അവൻ രാവിലെ ഫ്രണ്ട്സ് വന്ന് വിളിച്ചപ്പോൾ പോയി. അവർക്കും ഇല്ലേ വെക്കേഷൻ ഞങ്ങളെ പോലെ. എല്ലാ സിനിമയ്ക്കും പോയതായിരിക്കും. സിനിമയ്ക്കോ? എന്നിട്ട് എന്നോട് പറയാൻ അവൻ പോയല്ലോ. ഇന്ന് വരട്ടെ. ഇന്നത്തേക്കുള്ളതായി. എന്തായാലും ആദം ഇനി നിന്ന് കിട്ടാനുള്ളത് കിട്ടും. എന്തായാലും ഇരിക്കും. ചപ്പാത്തിയും മുട്ടയുവാ, എടുക്കട്ടെ? എടുത്തോ മമ്മ. ഞാൻ എടുത്തോട്ടേ എന്നൊരു ഫ്ലോയ്ക്ക് ചോദിച്ചതാ. മുട്ട കുറച്ചുകൂടി ഒന്ന് ഇതായി വരാനുണ്ട്. അതുവരെയൊന്നും നീ വെയിറ്റ് ചെയ്യേ. ഈ മമ്മ കൊതിപ്പിക്കാനായിട്ട്. എനിക്കും ഇപ്പം നല്ല വിശപ്പുണ്ട്. വിശന്നിരിക്കുന്നവനെയാണോ ഇങ്ങനെ കളിയാക്കുന്നത്? ചെക്ക, ഞാൻ പറഞ്ഞില്ലേ മുട്ട കുറച്ചുകൂടി ഒന്ന് വേകാനുണ്ടെന്ന്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണ്ടേ ചെക്ക? നിനക്ക് ഇത്രയ്ക്കും വിശപ്പോ? വയറ്റിലോട് ചെല്ലുന്നതല്ല, എങ്ങോട്ടാടാ പോന്നേ? പിന്നെ എന്റെ വയറ് വേഗം ദഹിക്കുന്നേ. അങ്ങനെയുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. മമ്മ, വന്നോ അടുത്ത ആള്? എന്താ? അല്ല, നീ ഇതെങ്ങോട്ടാ? മമ്മ, ഇവരെല്ലാം വിടുന്നുണ്ടല്ലോ. എനിക്കും വേണ്ടേ ഒരു എൻജോയ്മെന്റ് ഒക്കെ. ഞാനും തെരേസും പുറത്തു പോവാ. ഞങ്ങളെ ഇന്നത്തെ ദിവസം ഔട്ടിങ്ങിന് പോയി വരാമെന്ന് വിചാരിച്ചു. തെരേസ് മോളുമായിട്ടാണോ? എങ്കിൽ പോയിട്ട് വാ. അല്ല, ഇതുവരെയായിട്ടും പോയില്ലേ നീ? അവൻ പോയില്ല. ജോയെ അവിടെ നിന്ന് അവന് വിശന്നിട്ട് കഴിക്കുക. അപ്പോൾ ജോ ഇവനോട് പറഞ്ഞു ഇവനും കഴിച്ചിട്ട് വരാൻ. അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. കഴിച്ചിട്ട് ഇവനും ജോയും കൂടി ഇപ്പം പോവും. ആദ്യം സിനിമയ്ക്ക് എന്തോ പോയതാ ഫ്രണ്ട്സിൻ്റെ കൂടെ. എന്തായാലും ആരട്ടെ, എന്നോട് പറയാതെ പോയത് ശരിയല്ലല്ലോ. അതിനിപ്പോ പറഞ്ഞാലും മമ്മ വിടില്ലല്ലോ. അത് ശരിയാ, എങ്കിലും കുറച്ചൊക്കെ ഒന്ന് ചോദിച്ചാ എന്നോട് നല്ല രീതിക്കാണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തായാലും വിട്ടേനെ. ശരി ശരി മമ്മ, ഞാൻ പോയിട്ട് വരണോ? അമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കണോ?
ഇവിടത്തേക്കുള്ളതെല്ലാം പപ്പ മേടിച്ചിട്ടുണ്ട്. നീയേ വരുമ്പോൾ എന്തേലും സ്നാക്സ് മേടിച്ചോ. ഇതാണെങ്കിൽ സ്നാക്സ് തീർന്നിരിക്കുക. പപ്പേനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ മറന്നുപോയി. ശരി മമ്മ. ഞാൻ തെരേസിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവൾ എന്നോട് ചോദിച്ചു അവൾ ഇങ്ങോട്ട് വരട്ടേന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? തെരേസും എങ്കിൽ ജോയിയുടെ കൂടെ ഇങ്ങോട്ട് വന്നിരുന്നേനല്ലോ. ഞാനത് ഓർത്തില്ല. ഇനിയിപ്പോൾ എന്തായാലും പോയിട്ട് വാ. നിങ്ങളുടെ ഈ കാക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തെ പണ്ട് ഞങ്ങൾക്ക് വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞല്ലേ. അയ്യോ എൻ്റെ പൊന്നു മമ്മ, എനിക്ക് കേൾക്കണ്ടേ. പഴയ കഥയും ചാമ്പക്ക പറിച്ച് നടന്നതും പരിസരങ്ങളിലെല്ലാം മമ്മയും ഡാഡിയും ചുറ്റി നടന്നതും എനിക്ക് കേൾക്കണ്ട. നിനക്ക് കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട. അല്ല, എന്നാ വേണമെങ്കിൽ മമ്മയ്ക്ക് വേണമെങ്കിൽ വേണ്ടോന്ന് പറഞ്ഞോ. ഇനി എൻ്റെ കുഞ്ഞമ്മ വന്ന് പറയും നിനക്ക് കഥ. അല്ല പിന്നെ ആദ്യം ഞാൻ പറയാൻ വന്നപ്പോൾ നിനക്ക് എന്തായിരുന്നു? അയ്യോ മമ്മ, കേൾക്കണ്ടേ? കേൾക്കണ്ട, ഇനി കേൾക്കണ്ട. ദേ മുട്ട കരിഞ്ഞെന്ന് തോന്നുന്നു, മണം അടിക്കുന്നു. നിന്നോട് സംസാരിച്ച് അതും കരിഞ്ഞോ?